ബി.ജെ.പിയെ പിന്തുണച്ച ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരെ വിമർശിച്ച് CPI മുഖപത്രം ജനയുഗം. ബി.ജെ.പിക്ക് അനുകൂലമായി നിന്ന് സഭാധ്യക്ഷന്മാർക്ക് ഇപ്പോഴാണ് തിരിച്ചറിവുണ്ടായതെന്ന് എഡിറ്റോറിയലിൽ വിമർശനം. കണ്ടാലറിയാത്തവർക്ക് കൊണ്ടാലറിയാം എന്ന തലക്കെട്ടിലാണ് എഡിറ്റോറിയൽ വന്നിരിക്കുന്നത്. എസ് വിനേഷ് കുമാറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. വിനേഷ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഈ എഡിറ്റോറിയലിൽ പറഞ്ഞിരിക്കുന്നത്? എത്രത്തോളം വിമർശനമുണ്ട്? സ്മിത, ഇതിന്റെ അതായത് CPI മുഖപത്രമായ ജനയുഗത്തിന്റെ മുഖപ്രസംഗത്തിലാണ് ഇത്തരത്തിൽ മെത്രാന്മാരെ ഉൾപ്പെടെ വിമർശിച്ചുകൊണ്ടുള്ള ലേഖനം വന്നിട്ടുള്ളത്. അതിനകത്ത് പറയുന്നത് കണ്ടാലറിയാത്തവർക്ക് കൊണ്ടാലറിയും എന്ന വാക്ക് അന്വർത്ഥമാക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് മെത്രാന്മാരുൾപ്പെടെ സഭാധ്യക്ഷന്മാരും കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഉള്ള അവരുടെ BJPയുടെ പ്രീണനത്തിൽ വീണിരിക്കുകയായിരുന്നു. അതിനുള്ള ഒരു തിരിച്ചടിയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും പറയുന്നുണ്ട്. കാരണം വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഈ ഇത്തരത്തിലുള്ള സംഘപരിവാർ സംഘടനകൾ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവിടെ നടക്കുന്ന കലാപങ്ങൾ, അതുപോലെ തന്നെ കാലുമാറ്റങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കേരളത്തിൽ അവർക്ക് ഉപയോഗിക്കാൻ കഴിയാതെ പോകുന്നത് ഇവിടെ ഇടതുപക്ഷം ജാഗ്രതയോടെ നിലകൊള്ളുന്നത് കൊണ്ടാണ്. ഇക്കാര്യം സഭാധ്യക്ഷന്മാരും അതുപോലെ തന്നെ മെത്രാന്മാരും മനസ്സിലാക്കുന്നത് നന്നായിരിക്കും എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഇതിനകത്ത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നമുക്കറിയാം തലശ്ശേരി ബിഷപ്പ് ഉൾപ്പെടെ പാമ്പ്ലാനി ഉൾപ്പെടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, റബ്ബറിന് വില ഉയർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ BJPക്ക് വോട്ട് ചെയ്യാം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ കേട്ടതാണ്. ഇത്തരം കാര്യങ്ങളെയാണ് യഥാർത്ഥത്തിൽ ഈ മുഖപ്രസംഗത്തിൽ അതിരൂക്ഷമായ ഭാഷയിൽ തന്നെ വിമർശിക്കുന്നത്. എന്തായാലും വൈകിയാണെങ്കിൽ പോലും മെത്രാന്മാർക്കുൾപ്പെടെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. ഒപ്പം തന്നെ വൈനും അതുപോലെ തന്നെ മറ്റുള്ള ഇതുമായി ആഘോഷ ദിവസങ്ങളിൽ നമ്മുടെ വീട്ടിലേക്ക് പ്രീണനവുമായി വരുന്ന BJP നേതാക്കളെ ഇനിയെങ്കിലും മനസ്സിലാക്കുന്നത് നന്നായിരിക്കണം എന്നുള്ള ഒരു കാര്യം തന്നെയാണ് ഇടതുപക്ഷം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് കുറച്ചുകൂടെ രൂക്ഷമായ ഭാഷയിൽ ഈ ജനയുഗത്തിന്റെ മുഖപ്രസംഗം പറയുന്നു എന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയേണ്ട കാര്യം. ശരി, എസ് വിനേഷ് കുമാറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.